ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാം വർത്താനം? സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണേ. ഇതിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല, പകരം നമ്മൾ ഇതിൽ ചേർക്കുന്നത് ശർക്കരയാണേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. ഒരു 1/4 കപ്പ് പാല് നമ്മൾ എടുക്കണേ. ഇത് അരക്കപ്പിൻ്റെ ഒരു ബൗളാണ്, അപ്പോൾ അതിൽ പകുതി മതി നമുക്ക്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓളം കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈര് ഒഴിക്കുക. അത് നല്ലോണം ഒന്ന് കലക്കി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ ഗോതമ്പ് പൊടി, ഇത് 250 ഗ്രാം ഗോതമ്പ് പൊടി ഉണ്ട്. അതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ഇടുക. അതിന് ശേഷം ബേക്കിംഗ് സോഡ അതൊരു 1/2 ടീസ്പൂൺ ഇടുക. അല്ല 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ അത്രയും ഉണ്ട്. നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ച് വെക്കുക. അത് അരിച്ച് വെച്ച ശേഷം നമ്മൾ ഈ കേക്ക് വേവിക്കാനുള്ള ആ പാത്രത്തിലേക്ക് നമ്മൾ ലേശം ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും തടകിയിട്ട് അതിലേക്ക് കുറച്ച് ആട്ടപ്പൊടി ഇട്ടിട്ട് അതൊന്ന് തട്ടിക്കുടഞ്ഞ് എല്ലായിടത്തും ആ പൊടിയാക്കുക. എന്നാൽ ഈ കേക്ക് നമുക്കിങ്ങനെ ഇതിലേക്ക് വേവിക്കാൻ ആക്കുമല്ലോ, അന്നേരം അടിയിൽ പിടിക്കാണ്ട് നല്ല വൃത്തിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാത്രം സെറ്റാക്കിയിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് വേണ്ടുന്ന കേക്കിലേക്ക് ഇടാനുള്ള ഈന്തപ്പഴവും പിന്നെ ബദാമും കശുവണ്ടിയും എല്ലാം കൂടി നമ്മൾക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. അതിങ്ങനെ നമ്മൾ വളരെ പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ അതിലേക്ക് വേണ്ടുന്ന ശർക്കര ചേർക്കുന്നു പറഞ്ഞില്ലേ, അത് കുറച്ച് ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിക്ക് തന്നെ ഉരുക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും. കേക്ക് നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടൂല. അതുകൊണ്ട് കുറച്ചൊന്ന് കട്ടിക്കെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പാലും തൈരും കൂടി ചേർത്താൽ മിക്സില്ലേ, അതൊരു പകുതി പോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ നല്ല വൃത്തി അലിയിച്ചെടുക്കുക. അതൊന്ന് നല്ലോണം അലിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അത് ഒഴിച്ച ശേഷം ഒന്ന് നല്ലോണം നമ്മൾ അത് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കാം. ഒരു 1/2 ടീസ്പൂൺ അതിലേക്ക് ഒഴിച്ചാൽ മതിയേ. എന്നിട്ട് അതും നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മളൊക്കെ അതിലേക്ക് ഒരു നുള്ളുപ്പ്, അത് എത്ര പേര് മാത്രമേ ഇടാവൂ, അതും കൂടി അതിലേക്ക് ഇടാം. അതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ആ ഗോതമ്പ് പൊടിയില്ലേ, അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഇളക്കുക. അതൊന്ന് നല്ലോണം യോജിപ്പിക്കുമ്പോൾ കട്ടിയാവാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ബട്ടർ മിൽക്കില്ലേ, അതായത് തൈരും പാലും കൂടി ചേർത്തത്, അത് കുറേശ്ശെ ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും വീണ്ടും മാവ് കട്ടിയാണെന്ന് തോന്നുമ്പോൾ നമ്മൾ കുറച്ച് പാൽ, ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ അരിച്ചു വെച്ച ആ ഒരു മാവ് നമ്മൾ എല്ലാം ഇതിലേക്ക് ഇടണം. അതേസമയം ആ മാവിൻ്റെ പാകം നമ്മൾ നോക്കുകയും വേണേ. ഒരുപാട് കട്ടിയാവുന്നുണ്ട് തോന്നുമ്പോൾ കുറേശ്ശെ പാലൊഴിച്ച് വെക്കുക. 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ അങ്ങനെ കുറേശ്ശെ ആയിട്ട് പാലൊഴിക്കുക. എന്നിട്ട് ഒരു പാകം ആവുന്നത് വരെ നമ്മൾ അതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ചേർത്തത് ആ തൈരിൻ്റെ മിക്സാണ്. ഇതും കൂടി കഴിയുമ്പം ആ മാവ് പൊടി ഒന്നും കൂടി ഇടുമ്പം അതൊന്നും കൂടി കട്ടിയാവുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ചും കൂടി പാല് ചേർക്കുന്നുണ്ട്.
നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഈന്തപ്പഴമില്ലേ, അതിലേക്ക് കുറച്ച് ആട്ടപ്പൊടി ഇട്ടിട്ട് ഒന്ന് അതിങ്ങനെ എല്ലായിടത്തും ആക്കുക. അന്നേരം നമുക്ക് മാവിലേക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ നിൽക്കും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യം ആട്ടപ്പൊടി ഇടുന്നത്. അങ്ങനെ മാവിനെ ഈ ഒരു പരുവത്തിൽ നമ്മൾ വേവിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾക്കത് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം. വെന്തോ നോക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ എന്താ ഫോർക്ക് കൊണ്ടോ എന്തിനോണ്ടോ കുത്തി നോക്കുക. അപ്പം അതിൽ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വെന്തു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ നമ്മളെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടേ.